അപ്പൊ അച്ചോളും വല്യച്ഛനൊന്നും അതെ 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 ഇല്ല അതെ 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 ഭർത്താവിന്റെ വീട് കാണിക്കൂ എന്നൊക്കെ പറയാറുണ്ട്. അതെ ഓക്കെ ഓക്കെ എല്ലാരും സുഖമായിട്ടിരിക്കുന്നുണ്ട്. അതെ കുഴപ്പമില്ലാതെ ഇരിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതെ ഏകദേശം എത്ര സമയം കാണാൻ പെടുന്ന അവിടെ ഒരു 1/2 കഴിഞ്ഞാൽ എത്തും. അതെ ദീപോട്ടൻ നമുക്ക് വണ്ടിയൊക്കെ തന്നിട്ട് പോയി. അതെ ദീപോട്ടൻ സ്കൂട്ടിയിലാണ് അതോട് പോയത്. അതെ അതെ നല്ല റോഡ് ഇപ്പൊ സെൻട്രലിൽ കൂടി 3 വരെ വരും. പിന്നെ താഴെ അപ്പുറത്ത് റോഡില്ല, ഇപ്പുറത്തെ റോഡ് അത് 7 റോഡ് എന്താ പറയാ അച്ചോൾ പറയൂ കേട്ടില്ല. 1ാം ക്ലാസ്സിൽ സ്കൂളിൽ ചേർത്തു. അപ്പോഴ് ഞാന് 5ലോ 6ലോ അങ്ങോട്ടാണ് ഇവര് 1ാം ക്ലാസ്സില്. അന്നേരം ഈ ബാലവാടി നഴ്സറി ഒന്നുമില്ല. ആദ്യമായിട്ട് സ്കൂളിൽ കൊണ്ട് ചേർത്ത എന്നിട്ട് പോയി ചിറ്റമ്മ ആരോ കൊണ്ടാക്കി സ്കൂളില്. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് സ്കൂളിൽ ചേർത്ത് കൂട്ടി ക്ലാസ് തുടങ്ങി. ക്ലാസ്സിൽ നിന്ന് ഇവൻ ഇറങ്ങി ഓടി വീട്ടിന് കാണണോ ക്ലാസ് റൂമിലേക്ക് പരതി വന്നു. അങ്ങനെയാണല്ലോ അന്ന് കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമേ പേടി. ടീച്ചർ ആദ്യമായിട്ട് കാണുമല്ലേ എല്ലാവരെയും. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അമ്മാവന് അനൂപ് പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൊണ്ടാക്കിട്ടേ അച്ചോളയാറിന് കാര്യം. പക്ഷെ പ്രസാദിന് കാര്യമൊന്നുമില്ല. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അതുകൊണ്ട് പണ്ടത്തെ കാലത്ത് പ്രത്യേകിച്ച് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ഇവിടെ എത്തിയപ്പോ ഉഷേച്ചിക്ക് ഓർമ്മ വന്നു. അതാണ് ഇപ്പൊ പറയാൻ കാരണം. എല്ലാരോടൊന്ന് വിശദമായി പറയുന്നത് അതറിയണ്ടേ. ചെറുപ്പകാലത്ത് ഓരോ ഇപ്പോഴും ഉണ്ട്. വീട്ടിൽ കാണണോന്ന് പറഞ്ഞിട്ട് അതിനെ ഇപ്പൊ പോകുന്നു. അതെ അമ്മ പോലെ ഒരു ചിറ്റമ്മ ഉണ്ട് അവിടെ. അമ്മ മരിച്ചിട്ട് കൊല്ലങ്ങളായി. ചിറ്റമ്മനെ നമ്മളൊരു വീഡിയോയില് അന്ന് അവിടെ വന്നപ്പോഴേ അങ്ങാടിപ്പുറം വന്നപ്പോ കാണിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാരും കൂടെ വന്നു കാണാൻ പോവാ. അവിടെ വരുമോന്ന് അറിയില്ല. രാത്രി അന്ന് കാണാൻ പറ്റിയ കാണാനില്ല. പോയി കാണാം നോക്കുന്നുണ്ട്. മലയല്ല മണ്ണ്. അതാണ് അമ്മേ കല്ല് നമ്മളെ വെട്ടുകല്ലൊക്കെ ചെറുവത്തൂര് ആണിത്. ഇതിലേ കൂടി ഈ മല കഴിഞ്ഞ് സൈഡിന്റെ ഇതിലേ പോയാല് എന്റെ അമ്മേന്റെ അമ്മാത്തെത്തും. തിമിരി മേക്കാട് ഇതിലേ ഒരു വഴിയുണ്ട്. ഇതിലേ പോയാല് ഈ കാണുന്നതിലെ കൂടെ പണ്ട് നടന്നിട്ട് പോയിട്ടുണ്ട്. എന്റെ മുത്തശ്ശി ഉണ്ടാകും. മുത്തശ്ശി കൂട്ടിയിട്ട് പോകും. ചെറിയ ഈ മാളുവിന്റെ പ്രായം. ഞാൻ അന്നേരം മാളുവിന്റെ പ്രായമാണ്. പണ്ടൊക്കെ നടന്നിട്ട് പോവില്ല. പട്ടേലനെ വരും. പള്ളിക്കര പാലം. അതല്ല ഇത് ചെറുവത്തൂര് കഴിഞ്ഞിട്ടുള്ളത്. ഇത് കാഞ്ഞങ്ങാട് പോകുന്ന റോഡ്. നീലേശ്വരം ടൗൺ എത്തി. മാറിയോണ്ടൊന്നും മനസ്സിലാവണം. മാർക്കറ്റ് ആവുന്നു. അത് കാഞ്ഞങ്ങാട് റൂട്ട്. ഇത് നമ്മള് നീലേശ്വരം ടൗണിലേക്ക് ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നു. നമ്മളെ പട്ടേര ഇത് നീലേശ്വരം ചാളക്കടവ് ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നു. കിഴക്കം ബസ് പോകുന്നതും കാഞ്ഞങ്ങാട് ബസ് പോകുന്നതും ഈ റോഡ് ബസ് സ്റ്റാൻഡിലേക്ക് പോയിട്ട് വേണം. അവിടുന്ന് വേണം തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്ന് കാഞ്ഞങ്ങാടേക്ക് പോകും. ഇതിൽ തന്നെ നേരെ പോയാല് ചീമേനി, നമ്മളെ കൊന്നക്കാട്. അതേപോലെ അടുത്ത കാലത്തൊന്നും മാറല്ലോ വഴി തോന്നുന്നില്ല. ഇതിന്റെ ഒരു ഇവിടെ അമ്പലം ഉണ്ടല്ലോ അല്ലേ? കളിയിലെ അമ്പലം എത്താറായി. അതെ
അമ്മോ ആ ഞാൻ വന്നിട്ടുണ്ട് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഇറങ്ങിയിട്ട് ഇവിടെ മേലെ ഫോണ് മുത്തശ്ശി അവിടെ ഫോണ് മേലെ ഇവിടെ ഇവിടെ അമ്മാവന്റെ ഒരു കടയുണ്ടായിരുന്നു. ഇതാണ് അമ്മാവന്റെ കട. മോഡേൺ ഇലക്ട്രോണിക്സ് ഈ കടയായിരുന്നു കുഞ്ഞമ്മാവന്റെ അതെല്ലേ കട. ഇപ്പൊ കൊറേ 10-15 കൊല്ലായി ഇല്ലാതായിട്ട്. അമ്മോ ആ ഞാനേ ഇവിടെ തന്നെ ഒന്ന് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അന്ന് അമ്മയെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ തോന്നുമ്പോ തന്നെ പോയി. അങ്ങനെയാണ് പിന്നെ ഒറ്റയ്ക്ക് വരാൻ പഠിച്ചത്. എന്തൊക്കെ കരച്ചിൽ വരും ഇതാണ് പ്രസിദ്ധമായ അപ്പൊ തന്നെ തളിയിൽ ക്ഷേത്രം. തളി ക്ഷേത്രം തളി ക്ഷേത്രം ഇവിടുന്ന് കാണാൻ പറ്റുമോ? മുൻഭാഗത്തണോ? ഇവിടെ റോഡ് പണി നടക്കുക തോന്നുന്നു. ഇവിടെയും വന്നിട്ടുണ്ട് തളിയിലമ്പലം. തളിയിലമ്പലം തളിയിലമ്പലം നീലേശ്വര തളിയിലമ്പലം പ്രസിദ്ധമായ അമ്പലമാണ്. അതെ. അമ്പലം നല്ല മാറ്റം വരുത്തി ആദ്യം എത്തിയിട്ടുണ്ട്. അത് കൂടെ കയറി അത് കൂടെ ഇറങ്ങുമായിരിക്കും. ഭഗവാൻ തൊഴാൻ വേണ്ടി വെച്ചതാണ് ഇങ്ങോട്ട്. എന്നെ കണ്ടിട്ട് പോയിക്കോ. അതാണ് ഇങ്ങോട്ട് നിയമം. അങ്ങനെ നമ്മള് നീലേശ്വരം ബസ് സ്റ്റാൻഡ് എത്തി. ഇവിടെ അടുത്താണ് കാവ്യമാധവന്റെ കടയുണ്ടായിരുന്നത്. കടയും വീടും ഇതിന്റെ പുറകില് പ്രിയ ടെക്സ്റ്റൈൽസ് പ്രിയ ടെക്സ്റ്റൈൽസ് പള്ളിയാട്ടോ പ്രിയ ടെക്സ്റ്റൈൽസ് ഉണ്ടായത്. നല്ല മീനൊക്കെ വന്നിട്ടുണ്ട് അവിടെ. ധാനി രാജാസ് സ്കൂൾ, സ്കൂളിന്റെ പഞ്ഞാറ് ഗേറ്റ്, പഠിച്ച സ്കൂള്. പഠിച്ച രാജാസ്. അച്ഛനോടല്ലേ പഠിച്ചത്? താഴെ റെയിൽവേ സ്റ്റേഷൻ താഴെ പോകുന്നുണ്ട്. സ്കൂള് സ്റ്റേഷന്റെ കൂടെയാണ് വരുന്നുണ്ടെങ്കിൽ നമ്മള് ബാലവാടി റോഡ് എത്തി. അതെ. നമ്മളെ അങ്ങോട്ടുള്ള വഴിയാട്ടോ ബാലവാടി പട്ടൻകാവ് അതെ ബാലവാടി റോഡാണിത്. അമ്മ ബാലവാടി പഠിച്ച ബാലവാടി എല്ലാരെയും കാണിക്കേ. അതെ അതെ. ഇപ്പൊ ബാലവാടി എങ്ങനെ ഉണ്ടാവും? ബാലവാടി മാറ്റം പറ്റിണ്ടാവും. പണ്ടത്തെ കുഞ്ഞാവേനെ ഇവിടെ ഇരുത്താ. പഠിച്ചിരുന്നു ഒരു കൊല്ലം. അതെ. കുഞ്ഞാവേനെ ഇവിടെ ഇരുത്താ ബാലവാടിയില്. അതെ. കുഞ്ഞാവേ പഠിച്ച അംഗൻവാടി കാണിച്ചതാ. മോഹനൻ തന്നെ ഇറങ്ങി ഓടി എന്നൊക്കെ പറഞ്ഞു. അതെ അതെ അതെ. ഇതാണ് ബാലവാടി. ഇത് അംഗനവാടി. അമ്മച്ചിന്റെ പഠിച്ച അംഗനവാടി. അമ്മച്ചിട്ട് നല്ല പഠിപ്പായിരുന്നു. തന്നെ കുറച്ച് കഴിഞ്ഞ് ബാഗൊക്കെ എടുത്തിട്ട് തന്നെ അപ്പൊ വഴി അറിയണ നല്ല മൂത്ര മതിലുണ്ട്. അത് കഴിഞ്ഞു നമ്മളെത്താറായിട്ടോ. പണം പടമതില്ലേ. അങ്ങനെതാ നമ്മള് ഈശ്വരൻ വില്ലേച്ചന്റെ വീട്ടിലേക്ക് കേറുകയായി. അങ്ങനത്തെ ഞാനും വല്യച്ഛനും നമ്മൾ മാത്രല്ല എല്ലാരും എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോ ഇൻട്രോ പറയാൻ വേണ്ടി വന്നതാണ്. ഞാൻ വല്യച്ഛന് ശങ്കരമംഗലത്ത് എത്തി. അപ്പൊ ഇനി ഇവിടുത്തെ ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അവിടെ ഇവരെല്ലാരും എന്തൊക്കെയോ എടുക്കുക, മാങ്ങ എന്തൊക്കെയോ കൊണ്ടുവന്നുണ്ട്, അതൊക്കെ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. കുമ്പിടിയാണ് ഇത്ര കുട്ടു. അതെ അതൊക്കെ കൊണ്ടുവന്നു. ഞാൻ ആർത്തൊന്ന് പ്രസിഡന്റായി. അതെ അതെ ഈശ്വര വില്ലേച്ചന്റെ വീടാണ്. എല്ലാണ് തറവാട്ടിൽ പോവാ. അതെ അതെ. ഇവിടെതാ ശ്രീരാജേട്ടനും അച്ഛനും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ വന്നപ്പോ തന്നെ ശ്രീരാജേട്ടനോട് കത്തി തുടങ്ങി ഗൈസ്. അതെ നമ്മള് തറവാട്ടിലെത്തി. ചായയൊക്കെ കുടിക്കണം. അതെ അപ്പൊ ഇന്ന് നമ്മള് നേരിട്ട് കാണിക്കുകയാണ്. അതെ അതെ
പിന്നെ ഗീതയുണ്ട്. അതെ. തിരുവനന്തപുരം. നീ ഗംഗലിമേ പറ. അതെ. നിങ്ങളിടോ നമ്മളിടാ അങ്ങനത്തെ നമ്മളുടെ ശ്രീ ചേച്ചി ഇവിടെ എത്തിയിട്ടുണ്ട്. ഗൈസ് ഗൈസ് ഇതാണ് ശ്രീ ചേച്ചി. ഇതായി പറഞ്ഞതല്ല ശ്രീ ചേച്ചി. ഇതാ ശ്രീ ചേച്ചിയുടെ കുഞ്ഞു പൈതലുണ്ട് ഇവിടെ. ഏട്ടന്റെ കുഞ്ഞാട്ടന്റെ ഭാര്യ ഏർത്തി, തറവാട്ടിലെ ഏർത്തി ഏറ്റവും പിന്നെ ഏർത്തിയാണ്. ഏർത്തിന്റെ മകള് ഏർത്തിന്റെ മകള് പോസ്റ്റ് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. അതെ അശ്വതേച്ചി. അതെ. അങ്ങനെ നമ്മള് ചായ കുടിക്കാനിരുന്നു. ഉപ്പുമാവ് ഇഷ്ടു. കുഞ്ഞാവേ കഴിക്കില്ലേ? ഇതാ അങ്ങനെ നമ്മളെ ഉണ്ണിയേട്ടൻ കാറ്റ് കൊള്ളാണ്. ഞാൻ അച്ഛാ പരിചയപ്പെടുത്തു. പിന്നെ നമ്മുടെ തറവാട്ടില് പിന്നെ ഈശ്വരേട്ടന്റെ നാലാമത്തെ അഞ്ചാമത്തെ. കോഴിക്കോട് അമ്പലത്തിൽ ശാന്തിയാണ്. അതെ അതെ. ഒക്കെ തൊട്ടാണ് ഇതിൽ ഞങ്ങള് വരുന്നത്. അഞ്ചാമത്തെ മകൻ. അതെ. പിന്നെ സുമേർത്തി. അതെ. സുമേർത്തിനെ അതെ. പ്രിയപുത്രി. പ്രിയപുത്രി. ഔദ്യോഗികമായി നമ്മളെ പിന്നെ അച്ഛൻ തന്നെ മകൻ. സംക്രാമത്തെ മരുമകൻ. അതെ. വാ വാ വാ. അച്ചോൾ മാങ്ങ കണ്ടിട്ട് ഒന്നും വെറുതെ വിടില്ല എന്നാ പറയണത്. ഒരു സൈഡ് കേട്ടിട്ടുണ്ടെങ്കിലും മറ്റേ ഇപ്പൊ മാങ്ങ പൊരി ഭയങ്കരമാണ്. അതെ. അച്ചോളുടെ അഭിപ്രായം എന്താന്ന് വെച്ചാൽ അച്ചോൾക്ക് ചക്കയും മാങ്ങയാണ് കൂടുതൽ പ്രിയം. ചോറും രസത്തിനെക്കാട്ടിലൊക്കെ അല്ലാതെ ദോശ അതിനെക്കാട്ടിലൊക്കെ മാങ്ങാക്കാലത്ത് മാങ്ങ തിന്നുക. അതെ അതെ. അപ്പൊ അച്ചോൾ മാങ്ങ പ്രിയാണ്. നമ്മുടെ തിരുമുത്തശ്ശന്റെ എല്ലാം വിശദമായി പറഞ്ഞോളൂ. അതെ അതെ. പറയൂ നല്ലോണം പറയാറില്ല. അതെ. മൂപ്പര് സംഗമത്ത് ദേവി ക്ഷേത്രത്തിലാണ് പിന്നെ പൂജ കുടുംബം എത്തിയിട്ടുണ്ട്. അതെ. ഇല്ല അവര് അനിയൻ ഏട്ടൻ മറ്റേ അല്ല ചേച്ചിയൊക്കെ കൂടെ വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് 35 വർഷമായി. സംഗമം ദേവി ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ് ഇപ്പൊ. ഇതിന് മുന്നേ എവിടെയായിരുന്നു? ഇവിടെ പഴയ ശ്രീകണ്ഠേശ്വരം എന്ന് പറയും. കേട്ടിട്ടുണ്ട്. SMS സ്കൂൾ കോട്ടയം, അതായത് തമ്പാനൂർ തന്നെയാണ്. തമ്പാനൂർ തന്നെയാണ്. സംഗമം ദേവി ക്ഷേത്രത്തിൽ മേൽശാന്തിയായിട്ട് 1 വർഷം കൂടി ഉണ്ട്. 2 മക്കള്. മൂത്താള് ചെന്നൈയിൽ ഫൈനാൻസ് കോളേജിൽ 4ാമത്തെ വർഷം. പാപ്പനംകുടി SUT എഞ്ചിനീയറിംഗ് കോളേജിൽ 3ാമത്തെ വർഷം. ഇവിടുത്തെ പൂജയ്ക്ക് ഇവിടെ എത്തിയിരിക്കും. അതെ അതെ. ചെറുവത്തൂരാണ്. അപ്പൊ എല്ലാവർക്കും അതെ അതെ. ഇതാണ് നമ്മുടെ പ്രിയങ്കരിയായ സ്വന്തം ഗീതേച്ചി, സുന്ദരി ഗീതേച്ചി. അതെ അതെ അതെ. പാർവണം. ഓക്കെ ഓക്കെ. കണ്ടപ്പോ തോന്നി അതെ അതെ അതെ.
ആരും എവിടെയും കാണാത്ത സെറ്റിൽമെന്റ് ഫസ്റ്റ് ഗീതച്ചക്ക് കാണും ചെയ്യും. നല്ല കോസ്റ്റ്യൂം സെൻസ് ഒക്കെയാണ്. ആ അതെ ഓക്കെ. ആ ആ നമ്മളെ തിരുവനന്തപുരത്ത് നിന്ന് കുറെ ആളുകള് വീഡിയോ ഒക്കെ ആദ്യം നമ്മള് ഒരു മകനുണ്ട്. അതെ അവിടെ തിരുവനന്തപുരത്ത് നൂതിപ്പോറ്റി പ്രസിദ്ധമായിട്ട് ജോത്സ്യം. അതെ അതൊരു ജോലിയുടെ ബാംഗ്ലൂർ. ഗൈസ് ഇതാണ് മധു അപ്പൻ. സുന്ദരനായ ഞങ്ങളുടെ ഒരേ ഒരു അപ്പനാണ്. ഓർമ്മിക്കാനായി. ഇപ്പൊ എവിടെ പൂജ ചെയ്യണേ? ശംഭപ്പന്റെ അവിടെ. ശംഭപ്പ മുന്നേ ചെയ്ത അവിടെ പട്ടാളത്തിന്റെ. ചേച്ചി നല്ല സന്തോഷായി. ഒന്നെങ്കിലും ഒരു ഇത് നമ്മളെ ആൾക്കാരുടെ ഒരു പരിപാടി ഉണ്ടായി. ടീച്ചറാ ഇതാണ് എന്റെ പറയാൻ കിട്ടില്ല പറഞ്ഞ. ഇതാണ് എന്റെ പ്രിയപ്പെട്ട വല്യച്ഛൻ. ചെറുപ്പത്തിൽ നല്ല നോക്കിയിട്ടുണ്ട്, മിഠായി വാങ്ങിക്കോട്ടെ കൊടുത്തിട്ടുണ്ട് പറയൂ. പിന്നെ സങ്കടപ്പെടുത്തല്ലേ? അതോ അല്ല അല്ല സത്യാണ്. ഇത്ര ഉള്ളു പിടിക്കാൻ. തടി വെക്കുന്ന പോലെ ഇത്ര ഉള്ളു. നോക്ക് പിടിക്കുമ്പോ നോക്ക് ഇത്ര ഉള്ളു. പിടിക്കാൻ കഴിയോ? എത്ര എന്റെ വീടൊന്നും ഇല്ല. വാങ്ങട് പറ. എന്നെ കൊറേ നാൾക്ക് കണ്ടതിന് ശേഷം പറ. കൊറേ നാൾക്ക് ശേഷം എന്നെ കണ്ടതിന്റെ പറ. അതാണോ എന്നെ കണ്ടതിന്റെ? ഇന്നെ കണ്ടിട്ട് എങ്ങനെയുണ്ട് പറ. ഞാൻ 30 തവണ ഉള്ള വിളിച്ചു, ഫോൺ എടുക്കൂല. അപ്പം കട്ട് ചെയ്യും. എന്തൊരു സാധനം അറിയാം. പിന്നെ ഇപ്പൊ എന്തെങ്കിലും പറയും, നമ്പർ മാറി എന്നെല്ലാം പറയും. ഇനിയിപ്പോ ഏതായാലും ഓണിക്കാം. വെല്ലിച്ച നടന്നു. നെല്ല് കുത്താൻ വേണ്ടിയിട്ടുള്ള പണ്ടത്തെ ഒരല്. ഇപ്പൊ ഉപയോഗിക്കില്ല. എന്റെ ഒരേ ഒരു ചിറ്റമ്മയാണ് അച്ഛൻ്റെ അനിയന്റെ ഭാര്യ. ഇല്ല ഇല്ല നിങ്ങൾ എടുക്കില്ല. ഞാൻ സ്പെഷ്യലി ഇത് കുറച്ച് ആൾക്കാരെ എടുക്കും. അച്ഛൻ്റെ അനിയന്റെ ഭാര്യയാണ് എന്റെ ചിറ്റമ്മ. എത്ര നാളെ നാട്ടിലേക്ക് ഇറങ്ങിയിട്ട്.
ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ. ഇവിടെ 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 പിന്നെ അവിടെ വെച്ചോട്ടാ. ഉണ്ട് കഴിച്ചോളൂ കഴിച്ചോളൂ. ഏറ്റവും വലിയ പ്രധാനമുണ്ട് ഇവിടെ തൊട്ടപ്രധാന അവിടെ ഈ പറഞ്ഞ നമ്മളെ കളിയാട്ടം 4 ദിവസമായി നടക്കാൻ പോവാണ്. ബൈരാജിന്റെ തറ അയ്യോ നമ്മൾ വെള്ളാട്ടം കാണാൻ വേണ്ടിട്ട് പോവാണ്. പട്ടയം വീട്ടിലേക്ക് രാവിലെ നേരത്തെയും പോയി. ആ കുട്ടി പോയില്ലേ? ഓ വൈകിട്ട് 8 മണിക്ക് പാർട്ടി ഇങ്ങനെ വെള്ളം ബ്ലോക്ക് ചെയ്യുന്ന ഇതാണ് കൽപ്പറ്റ പോലെ ഒരു ഇത് ഞങ്ങൾ അങ്ങാടിപ്പുറത്തുണ്ട്. ചെറിയുണ്ട് ചെറ അങ്ങാടിപ്പുറത്തുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല. എന്നാലും ചെറിയാണ് വെള്ളം കെട്ടിയിരിക്കുന്നത്. പലയിട്ട വെള്ളം കെട്ടി പാടത്തേക്ക് വെള്ളം വേണമെങ്കിൽ പലയിട്ടാൽ വെള്ളം കെട്ടിയിരിക്കും. ഓ പാർട്ടി പോയാൽ അങ്ങോട്ടോ ഗ്രാമഭംഗി ആസ്വദിക്കുക. കാലിലെന്തായേ? രണ്ട് പലകിടും. പലകിട്ടാല് ആ വെള്ളം കെട്ടി പൊന്തിയിടും. വയലിലേക്ക് ഉണ്ടെങ്കിൽ അവിടുന്ന് അങ്ങോട്ട് പാർട്ടിയോട് തട്ടിക്കിടും. ഓ അങ്ങനെ. ഇവിടെ ഇരുന്നിട്ട് കണ്ടോ? അതാ അമ്മ കാണിച്ചു. ഇവിടെ ഇരിക്കേ.
പൂവേരി മഹിമണ്ടാൽ കാവിരി കവിതാവോട് കാമ കൂത്താടി നന്നായി കൽപ്പവൃക്ഷം കൽപ്പിച്ച് പൂങ്കാവിക്കൽ എപ്പോഴും തേരിച്ചടിച്ചു കുസുമങ്ങൾ മണിനിറഞ്ഞു പണ്ടുകൾ കൊയിലാല കൊണ്ടത് വിചിത്രവാടും മന്ദമായി വീശുവെന്ന് തെന്നലേറ്റ് ആനന്ദിച്ചു കാവ്യങ്ങൾ വൈദ്യശാസ്ത്രം ജ്യോതിഷം വേദശാസ്ത്രം ശ്രുതികൾ സ്മൃതികൾ കൊണ്ട് സംഗീത രീതി കൊണ്ടും വേല കൊണ്ട് തർപ്പുരാണങ്ങൾ കൊണ്ടും സാധനമാവന്മാരായ ഈ സമൂഹങ്ങൾ എടുത്തു. ശാന്തി തന്ത്രി നമ്മളെ തന്ത്രിയാണ്. അച്ഛ ചെരുപ്പിട്ടിട്ടില്ല. അച്ഛ ചെരുപ്പ്. ഓ ഓ എല്ലാരും അവിടെ വീഴ്ത്തിക്കൊണ്ടിരിക്കണ്ടെന്നാ. കൊറേ ഓർമ്മകൾ തന്ന കുളമായിരുന്നു. ആ ചെറുപ്പത്തിലല്ലേ? ചെറുപ്പത്തിൽ ആരും അറിയാതെ വന്നു ഇത്രേ. അതെ. പണ്ട് ഞങ്ങള് കുളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊക്കെ പായല് കുടിച്ച് ആകെ വൃത്തികേടായി. ആരും കുളിക്കാറില്ല. ഇപ്പൊ എല്ലാവരും കുളിമുറിനല്ലേ. അതെ. ഇതാണ് കേട്ടോ തറവാട്. ചായ കുടിക്കുന്ന സംഗീത, കുടിക്ക് ചായ കുടിക്കുന്ന കാവ്യേച്ചി, ചായല്ലേ കുടിക്കുന്ന, അവല് തിന്നുന്ന കാവ്യേച്ചി, ചായ കുടിക്കുന്ന അച്ഛനും ഗീത ചിറ്റി, അവല് മാവ്. ആ എന്താ മുരളിയേട്ടന് കൈയിട്ട് വരുന്നു മുരളിയേട്ടൻ. ഉപ്പുമാവ് അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവർക്കും ബൈ. നമ്മള്
രാമക്കാട്ടേക്ക് പോവാന്ന്. ഈശ്വര വല്യച്ഛ ഒരു ബായ് കൊടുക്കുക. ആ ബൈ. ഈശ്വരന്റെ പടാന്ന് ഇത്. അതെ അതെ, നമ്മള് രാവിലെ കാണിച്ചു. ആ അപ്പൊ എല്ലാരും കൂടെ ഇന്നൊരു ദിവസം എല്ലാവർക്കും അതെ കൂടാൻ പറ്റി. അതെ അതെ ആ കിട്ടുന്നുണ്ട് അതെ അതെ. ആ അവിടെ അതാ അച്ഛണ്ട്. ആ അതെ എന്നാ ശരി അല്ലേച്ചാ, ശരി.